നമസ്കാരം, വ്യൂ പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോകളിലൂടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ മുൻപ് ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്നു നടിക്കുന്നത് ചിലർ എന്ന് പറഞ്ഞതുപോലെ മാധ്യമ പ്രവർത്തനം അതിൻ്റെ സത്യസന്ധത, സുതാര്യത എന്താണെന്നറിയാതെ മാധ്യമ പ്രവർത്തകരായി വേഷം കിട്ടിയ ചിലർ, മാപ്രകൾ എന്നവരെ വിളിക്കാം, അത്തരം ആളുകളുടെ ദുഷ്ചെയ്തികൾക്കിടയിൽ ഈ പ്രൊഫഷൻ എത്രയോ അധപ്പതിച്ചു. ജനങ്ങൾക്കൊരുതരം വെറുപ്പ് ഇന്ന് വാർത്താ മാധ്യമങ്ങളോട് വന്നിരിക്കുന്നു. അതിനിടയിലും ചെറിയ നാളങ്ങൾ, ചെറിയ ശുഭോദർഹമായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുകയാണ്. നോക്കൂ, ബിഗ് ടിവിയുടെ ചീഫ് എഡിറ്റർ ജോഷി കുര്യൻ അദ്ദേഹത്തിന്റെ FCRAയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നു. സത്യത്തിൽ എനിക്ക് എഴുന്നേറ്റ് കയ്യടിക്കണം എന്ന് തോന്നി അദ്ദേഹത്തിന്റെ ആ അവതരണം, സത്യസന്ധത കണ്ടിട്ട്. അദ്ദേഹവും രാഷ്ട്രീയപരമായി പക്ഷപാതിത്വമൊക്കെ ചിലപ്പോൾ കാണിക്കുന്ന ആളാണ്. പക്ഷെ ഇക്കാര്യത്തിൽ FCRA ഭേദഗതിയുടെ കാര്യത്തിൽ, ആ നിയമനിർമ്മാണത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് നോക്കണം. ഏറ്റവും അധികം എതിർപ്പ് വന്നിരിക്കുന്നത് ക്രിസ്ത്യൻ സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നാണ്. അവിടെ തന്നെ ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള, ഒരു ക്രൈസ്തവനായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം വളരെ സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നടിക്കുന്നു. അതിലെ വരുംവരായികൾ, അതിന്റെ എന്താണ് അതിന്റെ പ്ലസും മൈനസും എന്ന് കൃത്യമായിട്ട് പറയുന്നു. അത് പ്ലസ് ആണ് എന്ന് തന്നെ പറയുന്നത് രാജ്യത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് പറയുന്നു. എന്തുകൊണ്ട് അത് വരേണ്ടതുണ്ട് എന്ന് കൃത്യമായിട്ട് പറയുന്നു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണൂ ആദ്യം. ഈ ലക്ഷ്മി മുമ്പേ പറയുന്നുണ്ടായിരുന്നല്ലോ, എന്താ പാലാ മെഡിസിറ്റിയിലേക്ക് ഇനി അവർ ഈ പൈസ എങ്ങനെ അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ ചെലവഴിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ഞാൻ വേറെ കാര്യം കൂടി പറയാം. നമ്മൾ എന്തിനാണ് ഇതിന്റെ കേരള പെർസ്പെക്റ്റീവ് കാണുന്നത്? രാജ്യത്ത് ഏറ്റവും അധികം ഈ പറയുന്ന FCRA പണം വരുന്നത് കേരളത്തിലല്ലെന്നേ. കേരളത്തിൽ വളരെ തുച്ഛമായിട്ട് പണം വരുന്നുള്ളൂ. ഏറ്റവും അധികം പണം വരുന്ന സംസ്ഥാനങ്ങളൊക്കെ അറിയോ? ഡൽഹി, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലേക്കാണ് ഈ പറയുന്ന വിദ്യാഭ്യാസം, ഈ പറയുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിൽ ഈ ആയിരക്കണക്കിന് കോടി രൂപ വരുന്നത്. ഏറ്റവും കൂടുതൽ സംഭവം പറയാം, ഈ മിഷണറിമാരുമായി ബന്ധപ്പെട്ടാണ്, ഞാൻ കുറ്റം പറയില്ല. ഏറ്റവും കൂടുതൽ സംഭവം പറയാം. ഒരാഴ്ച മുമ്പ് കർണാടക പോലീസ് ബംഗളൂരുവിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് FCRA ചട്ടങ്ങൾ പ്രകാരം. എന്താണെന്നറിയാവോ? US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തിമോത്തി ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്. അതൊരു NGO ഏജൻസിയാണ്. അവരുടെ സംഘടനകൾ ഇവിടെയും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ അക്കൗണ്ടിലേക്ക്, നമ്മൾ നേരത്തെ സുജയ് പറഞ്ഞു, ദില്ലി ആസ്ഥാനമായുള്ള SBI ബാങ്കിൽ അക്കൗണ്ട് എടുത്തെങ്കിൽ മാത്രമേ ഈ പറയുന്ന FCRA നിയമപ്രകാരം ഈ പറയുന്ന NGOകൾക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. അതിനെ മറികടക്കാൻ ഈ പറയുന്ന ആളുകൾ ഒരു കാര്യം ചെയ്തു. അവരെന്ത് ചെയ്യുന്നറിയാവോ? ആയിരക്കണക്കിന് ഡെബിറ്റ് കാർഡുകൾ ഇവിടേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഈ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് 2025 നവംബർ മുതൽ 2026 ഏപ്രിൽ വരെയുള്ള കാലഘട്ടത്തിൽ 6 മാസത്തിനുള്ളിൽ 92.55 കോടി രൂപയാണ് വിഡ്രോ ചെയ്തെടുത്തത്. അതായത് അവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അവിടുത്തെ NGOയുടെ പക്കലുള്ള പണമാണ്. അത് ഈ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിന് രാജ്യത്തെ SBI അക്കൗണ്ട് വഴി കൊണ്ടുവരുന്നില്ല. അവിടുത്തെ ഡെബിറ്റ് കാർഡുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് 92.55 കോടി രൂപ ഈ രാജ്യത്തെ പല സ്ഥലങ്ങളായി സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോഴത്തെ കണ്ടെത്തൽ എന്നറിയോ? കേന്ദ്ര ഏജൻസിയുടെ ഛത്തീസ്ഗഡ്, ആസാം തുടങ്ങിയ മാവോയിസ്റ്റ് തീവ്രസ്വഭാവവാദി സ്വാധീനമുള്ള മേഖലകളിൽ ഈ ഫണ്ട് എത്തിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കർണാടക പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പലതരത്തിൽ നമ്മൾ കാണുന്ന ചെറിയ ഒരു ഭൂഗോളത്തിൽ നിന്നുകൊണ്ടുള്ള നാം ഈ അവസ്ഥയെ കാണേണ്ടത്. നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ, പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, ചൈനീസ് കടന്നുകയറ്റം ഇത്തരം വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് അടക്കം സജീവമാണ്. ഈ മാധ്യമ സെൻസറിംഗ് എന്ന് ഒക്കെ പറയുന്നല്ലോ. ഈ മാധ്യമ സെൻസറിംഗ് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ ചൈന, പാകിസ്ഥാൻ അല്ലെങ്കിൽ ബംഗ്ലാദേശ് അതുവഴിയൊക്കെ തന്നെ ഒരുപാട് പണം ഇത്തരത്തിൽ ഗൾഫ് കൺട്രീസ് അവിടെ നിന്നൊക്കെ പണം ഈ പറയുന്ന NGOകളുടെ പേരിൽ രാജ്യത്തേക്ക് വരുന്നില്ല. പാകിസ്ഥാനിൽ വരുന്നില്ല. ഈ പറയുന്ന ചൈന, ഈ പറയുന്ന അമേരിക്ക, ഈ പറയുന്ന ഗൾഫ് കൺട്രീസിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ നമ്മുടെ ഐക്യത്തെ തകർക്കാൻ കഴിയുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കണ്ടെത്തിയിട്ടുണ്ട്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മണിപ്പൂരിലടക്കം നേരത്തെ ഉണ്ടായ പ്രശ്നങ്ങളിൽ ഇത്തരം ഈ സോഷ്യൽ മീഡിയ ഇടപെടൽ വളരെ ശക്തമായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിലടക്കം ഇത്തരത്തിലുള്ള NGOകൾ വഴി വന്ന പണം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുക. ഒരു വിദേശ രാജ്യം NGOകളുടെ മറവിൽ ഇവിടേക്ക് പണം കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കുന്ന നിലപാടിലേക്ക് പോകാതിരിക്കുക, അതിൽ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന FCRA ഭേദഗതിയുമായി ബന്ധപ്പെട്ട പൂർണ്ണമായും അനുകൂലിക്കുകയല്ലേ? 100% അനുകൂലിക്കുകയല്ലേ? ഞാൻ പൂർണ്ണമായി അനുകൂലിക്കുകയാണ്. അതിനകത്ത് ഏതെങ്കിലും വിധത്തിലുള്ള വയലേഷൻ, ഈ പറയുന്ന ന്യൂനപക്ഷ പീഡനം അല്ലെങ്കിൽ ന്യൂനപക്ഷ ആളുകൾക്കെതിരെയുള്ള ആക്രമണം അല്ലെങ്കിൽ അവരുടെ ഫണ്ടുകൾ കണ്ടുകെട്ടൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് സമീപിക്കാമല്ലോ. അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട ബോഡികളെ സമീപിക്കാം, അവരുടെ കാര്യങ്ങൾ പറയാം, അതൊക്കെ പറയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ന്യൂനപക്ഷ വേട്ട എന്ന രീതിയിൽ മുൻപൊരിക്കൽ ഈ FCRAയുടെ ഈ ചർച്ചകൾക്കിടയിലാണ് ചോദിച്ചത്, ഒരു പുരോഹിതൻ, ക്രൈസ്തവ പുരോഹിതൻ, ക്രിസ്ത്യൻ മതനേതൃത്വം ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യക്കാർ ഇന്നും മരത്തിൽ ചാടി നടക്കുമായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത്. അങ്ങനെ ഇവിടെയുള്ള നളന്തയും തക്ഷശിലയും, ഈ യൂറോപ്യന്മാർ അന്ന് മരത്തിൽ ചാടി നടക്കുമ്പോൾ ഇവിടെ നളന്തയും തക്ഷശിലയും പോലെയുള്ള വലിയ സർവകലാശാലകൾ ഉണ്ടായിരുന്നു. നോക്കൂ, അതിനപ്പുറം ഈ സായിബാബയുടെ ആശുപത്രികൾ,
സായിബാബയുടെ ആശുപത്രിയിൽ ചികിത്സ പൂർണ്ണമായും സൗജന്യമാണ്. പക്ഷേ ഒരു ക്രൈസ്തവ മത നേതൃത്വം നടത്തുന്ന ഒരു ആശുപത്രിയെങ്കിലും അങ്ങനെ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. എത്രയോ NGO-കൾ കാര്യങ്ങൾ നടത്തുന്നു. അതിനകത്തൊക്കെ അതിന് പിറകിലൊക്കെ ചില സാമ്പത്തിക താല്പര്യങ്ങളും മത താല്പര്യങ്ങളും ഇല്ല എന്ന് പറയാൻ കഴിയില്ല. പലപ്പോഴും ഇത്തരം സാമ്പത്തിക താല്പര്യങ്ങൾ ഇല്ലെങ്കിൽ പല ആളുകളുടെയും അല്ലെങ്കിൽ മത താല്പര്യങ്ങൾ മതപരിവർത്തന താല്പര്യങ്ങളില്ലെങ്കിൽ എത്രത്തോളം സേവനത്തിന് ഇറങ്ങി വരും എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കേണ്ട വിഷയമാണ്. ഞാൻ ആരെയും അവഹേളിക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ FCRA എന്നുള്ളത് കൃത്യമായിട്ടും ഈ രാജ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. മുൻപ് വീഡിയോകളിൽ എന്തുകൊണ്ട് അത് നടപ്പിലാക്കണമെന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് അതിന് മുതിരുന്നില്ല. പക്ഷേ ഈ ജോഷി കുര്യൻ എന്ന ഈ വാർത്താ അവതാരകന് ഒരു സല്യൂട്ട് നൽകിക്കൊണ്ട് എൻ്റെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.